വയനാട് ന്യൂസ് ഓൺലൈൻ യൂട്യൂബിൽ വാർത്തകളും വിശേഷങ്ങളും കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക. ഈ വർഷം എങ്ങനെയായിരുന്നു മിന്നുവിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു കടന്നുപോയത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതെ. എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമായിരുന്നു ഇത്. അതില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ള എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അത് ഈ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യ എ ടീം ക്യാപ്റ്റൻ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിനെ കാണാൻ പറ്റി, ഒരുപാട് അവാർഡ്സ് എന്നെ തേടിയെത്തി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഷമാണ്. നല്ല ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്ന ഒരു വർഷമാണ് ഇത്. ഒരിക്കലും മറക്കാനാവാത്തൊരു വർഷം കൂടിയാണ് 2023-24 എന്ന് പറയുന്ന ഈ ഒരു 1 ഇയർ. ഡൽഹി ക്യാപിറ്റൽസ് വഴിയാണ് തുടക്കം. അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീമിലെത്തി. ഇതിനുശേഷം വീണ്ടും WPL ഫൈനലിൽ കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ഫൈനൽ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ എന്തായിരുന്നു ടീമിന് പ്രധാനമായും? തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അന്നത്തെ ആ ഒരു ദിവസത്തിന്റെ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫൈനലില് തോറ്റു. പക്ഷേ തീർച്ചയായിട്ടും WPL എന്ന ഒരു ഇതുകൊണ്ടാണ് എനിക്ക് WPL ആണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തില് എൻ്റെ ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഇന്ത്യൻ ടീമിലൊക്കെ എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ WPL ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു എൻ്റെ ഈ ഒരു വർഷത്തിലെ. ഡൽഹി ടീമിന്റെ സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ മിന്നിനെ കുറിച്ചുള്ള കൂടുതലായി അവർ വിശദീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. മിന്നിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അവർ മികച്ച സപ്പോർട്ടായിരുന്നു ഡൽഹി ടീം തന്നിരുന്നത്. തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അടിപൊളി ഫ്രാഞ്ചൈസിയാണ്. നമ്മളെ ഏതൊക്കെ രീതിയിൽ അവര് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. എ ബിഗ് താങ്ക്സ് ടു ഡൽഹി ക്യാപിറ്റൽസ് ഫാമിലി ബിക്കോസ് they supported me like a family member. I am really grateful to be with the Delhi Capitals franchisee, and thanks to everyone in the DC family. സഹതാരങ്ങളൊക്കെ വലിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനെ പോലുള്ള വലിയ ആളുകളായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ഒരു യുവതാരം എന്ന നിലയ്ക്ക് നിങ്ങളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ? വളരെ നല്ല രീതിയിലാണ് അവര് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട അവരെ സപ്പോർട്ടാണ്. നമ്മൾ ഒരിക്കലും അവര് മാറ്റി നിർത്തൂല. നമ്മളിൽ ഒരു ചെറിയ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നമുക്ക് അവര് എന്താ പറയുക, ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് അവര് നമ്മളെ പ്രാക്ടീസിലെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നത്. ഓരോരുത്തരെയും അവര് നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അവരുടെ ബെസ്റ്റ് അവരിൽ നിന്ന് പുറത്തെടുക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഫൈനലിൽ വരെ എത്താൻ സാധിച്ചത്. ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ട്. പിന്നെ മെഗ്ലാനിങ്ങിന്റെ കട്ട ഫാനാണ്. ക്യാപ്റ്റൻസി മാത്രമല്ല, കളിയാണെങ്കിലും നമ്മുടെ ടീമില് എന്താ പറയാ, എപ്പോഴും നമ്മുടെ ടീമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് ബിക്കോസ് ഓഫ് മെഗ്ലാനിങ് ആണ്. പുള്ളിക്കാരി അടിപൊളിയാണ്. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ എങ്ങനെ? അത് ശരിക്കും എന്നെ സംബന്ധിച്ചൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യമായിരുന്നു. കാരണം ആദ്യം എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവൈലബിൾ അല്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൈലബിൾ അല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാന്. അതെ, യാദർശികമായിട്ട് ഞാൻ അവൈലബിൾ അല്ല എന്നായിരുന്നു ആദ്യത്തെ ഒരു ഇത്. പക്ഷെ പിന്നീട് വളരെ എന്താ പറയാ, യാദർശികമായിട്ട് എനിക്ക് അവിടെ എത്തിച്ചേരാനും പങ്കെടുക്കാനൊക്കെ സാധിച്ചു. പിന്നെ നമ്മുടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. കളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മോദിജിയുടെ നാട്ടില് പോയി കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പൊ ഈ ഒരു പുതിയ ജന്മദിനത്തിന് ശേഷം പുതിയൊരു വർഷം വരാൻ പോവുകയാണ് മിന്നിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഏത് രീതിയിൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കും? അല്ലെങ്കിൽ പുതിയൊരു കരിയർ ഇനി
ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരുപാട് കഴിഞ്ഞ ഒരു വർഷത്തെക്കാളും ഈ വർഷം ഒരുപാട് ഇന്റർനാഷണൽ മാച്ചസും അതേപോലെ തന്നെ വലിയ പ്ലാറ്റ്ഫോമുകളും കിട്ടിയപ്പോൾ കൂടുതൽ കളീനെ കുറിച്ച് അറിയാനും കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. തീർച്ചയായിട്ടും അതൊക്കെ ഇനി വരുന്ന വർഷത്തിലെ മികച്ച പ്രകടനത്തിന് തീർച്ചയായിട്ടും വളരെ അനുയോജ്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ WPL-ആയാലും ഇപ്പോൾ മിന്നുവിന്റെ കൂടെ കളിക്കുന്ന സ്വന്തം നാട്ടുകാരി അല്ലെങ്കിൽ ഒരു നാട്ടുകാരി, ഒരു മാനന്തവാടിക്കാരി തന്നെ സഞ്ജനി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ മാനന്തവാടിക്കാരിയാണ്, വയനാട്ടുകാരികളാണ്. അപ്പോൾ എങ്ങനെ ഈ സാഹചര്യത്തിലൊക്കെ ഈ വയനാട്ടിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? സാധാരണ ഇത്രയ്ക്കും വലിയ ക്രിക്കറ്റിൽ എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ചുറ്റുപാടിൽ തന്നെ ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മളെ വയനാട്ടില് വെച്ചാൽ കൃഷ്ണഗിരി സ്റ്റേഡിയം ഒരു ഫുൾ ടൈം പ്ലേയേഴ്സിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ജിമ്മ്, ട്രെയിനിങ്, കോച്ചിങ് എല്ലാവരും, കോച്ചസ് എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു സമയത്തിൽ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങള് കളി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം കൃഷ്ണഗിരി സ്റ്റേഡിയം ഒക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ ഇന്ത്യൻ ടീം നല്ല മത്സരം കളിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ആ സാഹചര്യത്തിലൊന്നും ഇല്ല. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള മത്സരങ്ങൾ സ്വന്തം നാട്ടിൽ വരണം എന്ന് മിന്നിന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മളിവിടെയും ഒരു നല്ല ഇന്റർനാഷണൽ മാച്ചും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് മാച്ചസ് ഒക്കെ ഇവിടെയും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ സ്റ്റേഡിയം ഒക്കെ കുറച്ചും കൂടെ അറിയപ്പെടുമായിരുന്നു. അതേപോലെ തന്നെ നല്ല എന്താ പറയാ, ഇന്ത്യയിലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ രണ്ടാമത് നിൽക്കുന്ന സ്റ്റേഡിയമാണ് നമ്മുടെ കൃഷ്ണഗിരി. പിന്നെ മിന്നുവിന്റെ പേര്, അത് ആദ്യ സമയങ്ങളൊക്കെ മിന്നു എന്ന് പേരിട്ടപ്പോ എന്തെങ്കിലും തമാശയായിട്ടൊക്കെ തോന്നിയിരുന്നോ? അത് ഒരുപക്ഷെ അത് ലക്കി അല്ല, ആ മിന്നു എന്ന പേര് ഈ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർന്ന ഒരു പേരല്ല, അല്ലെങ്കിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടു തന്ന ഒരു പേരും കൂടിയല്ല ഈ അല്ലേ? പെട്ടെന്ന് ഈ മിന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒറിജിനൽ പേര് അല്ലെങ്കിൽ നിക്നെയിം ഒക്കെ തോന്നാറുണ്ട്. പിന്നെ എന്താണ് ആ പേരിനെ കുറിച്ച് അറിയാനുള്ളത്? ഇപ്പൊ ശരിക്കും ആലോചിക്കുമ്പോ ശരിക്കും അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇതിനു മുന്നേ ഞാനിങ്ങനെ എനിക്കൊരു നിക്നെയിം പോലും ഇല്ല, എല്ലായിടത്തും മിന്നു എന്നാണ് എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോടും അമ്മേനോടൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും വേറൊരു പേരിട്ടൂടെ? എനിക്ക് മാത്രം ആകെ ഒരു പേരേ ഉള്ളൂ, ഒറ്റ പേരേ ഉള്ളൂ, എവിടെ ചെന്നാലും വിളിക്കുന്ന, എനിക്ക് വീട്ടിലെങ്കിലും വിളിക്കാം, വേറെന്തെങ്കിലും ഒരു പേരും കൂടി ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനും അമ്മേനോടൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വിചാരിക്കുന്നു ആ ഒരു പേര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ എന്താണ് ആ ഒരു പേര് എന്ന് പറയുന്നത് ഒരു ലക്കി നെയിമാണ്. അപ്പോ വരും വർഷം ഇനി മിന്നുവിന്റെ വർഷം ആയിരിക്കട്ടെ. ഇന്ത്യൻ എ ടീം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് നിലവിൽ. ഇനി ഇന്ത്യൻ എ ടീം ക്യാപ്റ്റനായ ഒരാൾ തീർച്ചയായും ഇന്ത്യൻ ക്യാപ്റ്റനാവും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും വരും വർഷങ്ങളിൽ മിന്നിന് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.